ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജനത്തിൻ്റെ മുമ്പാകെ എന്നെയും ഒരു കർത്താവിൻ്റെ സാക്ഷിയായി എഴുന്നേൽപ്പിച്ച് നിർത്തിയ എൻ്റെ ദൈവത്തിന് മുന്നമേ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത എന്നെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്തിയതാണെന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു. കർത്താവിൻ്റെ കരുണയും കൃപയും ഒന്നുകൊണ്ട് മാത്രം, അളവില്ലാത്ത കരുണയും കൃപയും മാത്രമാണ് എന്നെ ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതെന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു. ഒരു യാക്കോബായ കുടുംബത്തിൽ മാതാപിതാക്കളുടെ 3 മക്കളിൽ രണ്ടാമത്തെ മകനായി ഞാൻ ജനിച്ചു വളർന്നു. ചെറിയ പ്രായത്തിൽ പള്ളിയിൽ സൺഡേ സ്കൂളിലൊക്കെ പോകുമായിരുന്നെങ്കിലും അതിനൊന്നും കൂടുതലായി വിലയൊന്നും കൊടുക്കാതെ ചെറിയ പ്രായത്തിൽ തന്നെ അശുദ്ധ വിചാരങ്ങളും മലിനമോഹങ്ങളുമായി നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചെറുപ്രായത്തിൽ തന്നെ പുകവലിയും മദ്യപാനവും ഒക്കെ ആയിട്ട് ഞാൻ നടന്നു. യൗവനകാലമായപ്പോഴത്തേക്കും അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. യാതൊരുവിധ ദൈവവിചാരവുമില്ലാതെയൊക്കെയാണ് ഞാൻ വളർന്നു വന്നത്. അങ്ങനെ ജീവിച്ച നാളുകളിലായിരുന്നു ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വർക്ക്ഷോപ്പ് ജോലിയും അതുപോലെ ടൈലിൻ്റെ പണി അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ ലോകമോഹങ്ങളിലേക്കും അതിൻ്റെ എല്ലാ അർത്ഥതലത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ തക്കവണ്ണമുള്ള എല്ലാ സാഹചര്യങ്ങളിലായിരുന്നു. അതുകൊണ്ട് ആഘോഷമായി അങ്ങനെ തന്നെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നു. എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു രോഗം പിടിപെട്ടു. ഞാൻ നിവർന്നു നിൽക്കാൻ കഴിയാതെ വണ്ണം ഞാൻ കഷ്ടത്തിലായിപ്പോയി. ഞാൻ വളഞ്ഞു മാത്രമേ നിൽക്കുമായിരുന്നുള്ളൂ. ഒരു രോഗം എന്നെ പിടികെട്ട് എനിക്ക് ഒട്ടും നിവർന്നു നിൽക്കാൻ കഴിയാതെ ഒരു ചെറിയ അപകടം പറ്റിയതായിരുന്നു. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ സ്പൈനൽ കോഡിന് ഒരു ചതവാണ് വന്നത്. അത് വന്നതിന് ശേഷം എനിക്ക് നിവരുവാൻ കഴിയാതെ ഞാൻ വളഞ്ഞു പോയി. ജോലിക്കൊക്കെ പോകുമായിരുന്നെങ്കിലും കുറേ സമയം ജോലി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഒട്ടും നിവർന്ന് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ വളഞ്ഞ് മാത്രം കൂനി പിടിച്ചവനായി വളഞ്ഞു നിന്ന് വേദനയാൽ വലഞ്ഞു പോയി. ഞാൻ മാസങ്ങളോളം ചികിത്സകളും മറ്റുമൊക്കെ ആയിട്ട് നടന്നു. നിരവധി ആശുപത്രികളിലൊക്കെ കയറി ഇറങ്ങി ഒരുപാട് ഡോക്ടർമാരെ കണ്ടു. അങ്ങനെ ചികിത്സയുടെ ഭാഗങ്ങളിൽ മാസങ്ങളോളം ഞാൻ എൻ്റെ വീട്ടിലൊരു മുറിയിൽ കിടന്ന് ഒരു മരക്കട്ടിൽ ഒരു തഴപ്പായി വിരിച്ച് അങ്ങനെ കിടന്നു. കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് മാത്രം ആണ് എനിക്ക് കഷ്ടത വന്നതെന്ന് ഇന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു. ഞാൻ അങ്ങനെ കിടന്നപ്പോൾ അനേകം ദൈവമക്കളും പലരും പ്രാർത്ഥിക്കുന്നവരും എൻ്റെ ബന്ധുമിത്രാദികളും പലരും എന്നെ കാണുവാനായിട്ട് വരികയും അവരൊക്കെ എന്നെ ആശ്വസിപ്പിക്കുകയും ദൈവവചനം പറഞ്ഞു തരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഈ കർത്താവിൻ്റെ അറിയുവാനിടയായി. അതിനു മുമ്പ് യേശുവിനെക്കുറിച്ചോ ഒന്നും എനിക്ക് യാതൊരു ബോധ്യവും ഉണ്ടായിരുന്നില്ല. എനിക്കതൊന്നും അറിയേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ മദ്യപാനവും പുകവലിയും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും വലിയ പാപമൊന്നും അല്ലെന്നാണ് ചിന്തിച്ചിരുന്നത്. സാമാന്യമായ ലോകപ്രകാരം മനുഷ്യരെല്ലാം ജീവിക്കുന്നതും കൂടുതലും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി എന്നാണ് ഞാനും കരുതിയിരുന്നത്. വലിയ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ഒന്നും പോകുന്നില്ല. ആരെയും ഒന്നും പിടിച്ചു പറിക്കാനോ മോഷ്ടിക്കാനോ ആരും ഉപദ്രവിക്കാനോ ഒന്നും പോകുന്നില്ല. പ്രത്യക്ഷമായ വ്യഭിചാരത്തിനൊന്നും പോകുന്നില്ല. അങ്ങനെ കൊലപാതകമൊന്നും ചെയ്യുന്നില്ല. അതൊക്കെയാണ് വലിയ പാപങ്ങളെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ജീവിതത്തിലെ പോയ എല്ലാ പാപങ്ങളും ഓർക്കുവാൻ കർത്താവ് എനിക്ക് ആ കിടന്ന കിടപ്പിൽ എനിക്ക് അവസരം തന്നു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കുന്ന ദിവസങ്ങളായിരുന്നു അത്. എനിക്ക് കർത്താവിനെ വാസ്തവമായി അറിയുവാൻ കർത്താവ് എനിക്കിട തന്നു. അങ്ങനെ ഞാൻ പല കൂട്ടായ്മകൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ ഒരുപാട് പോയി. പല സുവിശേഷങ്ങൾക്കൊക്കെ എല്ലാം കടന്നു പോയിക്കൊണ്ടിരുന്നു. കുറേ നാളുകൾ അങ്ങനെ പോയി യേശുവിനെ കർത്താവും രക്ഷിതാവും ഒക്കെ ആയി സ്വീകരിച്ചതാണ്. ദൈവവചനം ഒരുപാട് കേട്ടതാണ്. അനുഗ്രഹങ്ങൾ ഒരുപാട് പ്രാപിച്ചതാണ്. സമർപ്പണം ഒരുപാട് എടുത്തതാണ്. ജീവിതം പിന്നെയും പുതുക്കിയതൊക്കെയാണ്. എന്നാൽ കുറേ നാളുകൾ അങ്ങനെ ജീവിച്ചു പോയോ പതിയെ ഞാൻ ദൈവസ്നേഹത്തിൽ നിന്നും ആദ്യ സ്നേഹത്തിൽ നിന്നും വീണ്ടും അകന്നു പോകുവാനിടയായി. അടിമതത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ ആത്മീയമായി യാതൊരു മുന്നോട്ടൊരു ജീവിതവുമില്ലെന്ന് വിചാരിച്ച് മരവിച്ച ഒരവസ്ഥയിലിരിക്കുമ്പോഴാണ് കർത്താവ് എന്നെ അവിടെ മുന്നമേ കണ്ടതുകൊണ്ട് വീണ്ടും എന്നെ തിരിച്ചു ഉണക്കി കൊണ്ടുവരാൻ ആഗ്രഹിച്ചതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ജോലി തന്നെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിന്നും ഒരുപാട് ആരും തുറന്നു പോകണമെന്ന് വിചാരിച്ചൊന്നും ഞാൻ വന്നതല്ല. എങ്ങനെയെങ്കിലും കുറച്ച് ആൾ നിന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകണമെന്നൊക്കെ വിചാരിച്ചു നിന്നാണ്.
കർത്താവിൻ്റെ കരുണയും കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നവിടെ തുടർന്ന് പോകുന്നതെന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു. പിന്നെയും പല കൂട്ടായ്മകൾക്കും എല്ലാം കടന്നു പോകുവാനും സ്ഥിരമായി വചനം കേൾക്കുവാനും ആദ്യമൊക്കെ ഒരു താല്പര്യമില്ലാതെയൊക്കെയാണ് ഈ പോയതെങ്കിലും സ്ഥിരമായി വചനം കേൾക്കുവാനും സാക്ഷ്യങ്ങളും എല്ലാം കേട്ടപ്പോൾ വീണ്ടും കർത്താവ് ഒരു ജീവൻ്റെ പുതുക്കം എൻ്റെ മേൽ തന്നതുകൊണ്ട് ഈ കർത്താവിന് എന്നോട് മനസ്സലിവുണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് വരെ നീക്കുന്നു. കർത്താവിൻ്റെ ഒരു വിശുദ്ധ സാക്ഷിയായി പിന്നെയും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ ജീവിക്കുവാൻ അവൻ്റെ വിശുദ്ധനായി നിത്യജീവിതത്തിന് അവകാശിയായി തീരുവാൻ തക്കവണ്ണം ഇനിയുള്ള തുടർന്നുള്ള ജീവിതങ്ങൾ എനിക്ക് ജീവിച്ചു തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഭാര്യയും ഇവിടെ ഉണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവരും ഒക്കെയായി കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. എന്നിലൂടെ കണ്ടവരെല്ലാവരെയും കർത്താവ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ള മക്കളായി ജീവിച്ചുകൊണ്ട് എൻ്റെ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും മാതാപിതാക്കളും എല്ലാവരും ഈ സുവിശേഷത്തോട് ചേർന്ന് വരുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധി താഴ്മയായിരുന്നു കൊള്ളുന്നു. ദൈവനാമം മാത്രം ഒത്തുപെടുമാറാകട്ടെ.